ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലും പുളയാണ്. അതായത് ബീഫിൻ്റെ ഇറച്ചിയിൽ നന്നായിട്ട് എല്ലും പിന്നെ നമ്മുടെ അങ്ങനത്തെ ലിവർ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഇറച്ചി ഉണ്ടാവില്ലേ, അതാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെ ഇറച്ചിയും പുളയൊക്കെ വെക്കുന്ന ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും കടയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എല്ലും പുളി ഉണ്ടാക്കാം. ഇത് എല്ലും ഇറച്ചിയും കൂടിയിട്ടുള്ള ഇറച്ചിയാവട്ടോ അധികവും. പിന്നെ അതിൽ കുറച്ച് പതിരി പിന്നെ കുറച്ച് പാർട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളിയും പിന്നെ 2 തക്കാളി 2 പച്ചമുളക് ഇത്രയും അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും പുള അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഒന്നും കൂടി കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് തന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലും പുളയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നീട് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം 3/4 ടേബിൾ സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിലും പിന്നെ ഒരു 20 മിനിറ്റ് സിമ്മിലോട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൂള വേണമെന്ന് നന്നാക്കി എടുക്കാൻ. പൂള എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമ്മളെ കപ്പ. ഇപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നെയ്യും ഒരു എല്ലും ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കിലോയോളം പൂള നന്നായിട്ട് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. വെള്ളമൊക്കെ ഒലിച്ചെടുത്തു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലുള്ള കറിയില്ലേ, അതും പിന്നെ ഈ പൂള വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വേണം. അപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് പിന്നെ വീണ്ടും ഞാനിതാ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയിലെ വെള്ളവും പിന്നെ ഈ പൂളയിലേക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള 1.5 കപ്പ് വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് ടൈറ്റായിട്ട് അഴിച്ചെടുക്കുക. അതിന് ശേഷം 2 അല്ലെങ്കിൽ 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. 3 വിസിൽ വന്നതിന് ശേഷം ആയിപ്പോയതിന് ശേഷം തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും പുളയും എന്നൊക്കെ പറയാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ, അത് 2 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ മൂത്ത് വരുന്ന സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂത്തതായി ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് നമ്മുടെ എല്ലും പുളയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൂപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എല്ലും പുളി റെഡി. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്.